സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുപ്പം പാലം മുതൽ പരിയാരം മെഡിക്കൽ കോളേജ് വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസ് അവസാനിക്കുന്ന കുപ്പം പാലം വരെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി കുപ്പം പാലം മുതൽ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് വരെയുള്ള വർക്കാണ് ഇന്നത്തെ അപ്ഡേഷൻ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫുള്ള് ഫോഗി ആയിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ ഉച്ചക്കെടുത്ത വീഡിയോ ആയിട്ടും നല്ല ഫോഗി ആയിട്ടാണ് അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുപ്പം പാലം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മണ്ണിട്ട് ഇപ്പോൾ അടുത്ത പുഴ മണ്ണിട്ട് നിവർത്തിയിട്ട് ഗർഡർ ലോഞ്ചിങ്ങിനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് പുഴ നിവർത്തിയിട്ടാണ് ഈ ഗർഡർ ലോഞ്ചിങ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ ഫുള്ള് ഹൈ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം അത്രയും നമ്മളെ ഈ ഇവിടുത്തെ ദൃശ്യങ്ങളുണ്ടല്ലോ, നാച്ചുറൽ ദൃശ്യമുണ്ടല്ലോ, ശരിക്കും നമ്മൾ സ്വിറ്റ്സർലാൻഡെല്ലാം പോയ പോലെയാണെന്നുള്ളത് കാണുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ ഈ നമ്മളെ താഴത്തെ ഭാഗം കാണുമ്പോണ്ടല്ലോ ഏതോ നാട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയും അടിപൊളിയാണ് നമ്മളെ നാട് ഈ മുകളിൽ നിന്നുള്ള ദൃശ്യത്തിൽ കാണുന്നത്. അപ്പോൾ ശരിക്കും ഫുൾ സ്ക്രീന് ആയിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നമ്മളെ സ്ഥലത്തിൻ്റെ നമ്മളെ നാടിൻ്റെ സൗന്ദര്യം വീഡിയോയിലൂടെ ആസ്വദിച്ച് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഹൈവേയുടെ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. കാണാൻ നോക്കുക, നല്ല പുഴയും നല്ല ഒഴിച്ച് പോകുന്ന പുഴ എങ്ങനെ ഉണ്ടോ കാണാൻ തന്നെ സൂപ്പർ. നിങ്ങൾ മുകളിൽ കാണുമ്പോൾ അത് ക്യാമറയിൽ നമ്മൾ ഈ കാണുമ്പോൾ ഉണ്ടല്ലോ, സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കെന്നെ എന്തോ ഒരു ഫീലിംഗ് ആണ് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. അപ്പോൾ ഫുള്ള് സ്ക്രീനിൽ ഹൈ ക്വാളിറ്റിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം സുഹൃത്തുക്കളെ, ഇതിപ്പോൾ ഇടതുവശത്തുള്ള റോഡുണ്ടല്ലോ, പഴയങ്ങാടി വരെ പോകുന്ന റോഡാണിത്. ഇവിടുന്ന് പഴയങ്ങാടിക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന റോഡാണിത്, ഈ ഇടതുവശത്തേക്ക് പോകുന്ന റോഡ്. പിന്നെ കുറേ ഗർഡറുകൾ കാണാൻ സാധിക്കും. അത് കുപ്പം പാലത്തിലേക്കുള്ള ഗർഡറുകളാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കുപ്പം പാലം കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു വയഡക്റ്റും കാണാൻ സാധിക്കും. ഏകദേശം ഒരു 5-6 സ്പാനിൻ്റെ വയഡക്റ്റാണ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം നേരെ പഴയ റോഡ് നിങ്ങൾക്ക് കാണാം, റൈറ്റിലേക്ക് പൊളഞ്ഞിട്ടാണ് ഈ പാത കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ കുറച്ച് ഇപ്പോൾ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെയല്ല, നല്ല മാറ്റങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഞാൻ 5-6 മാസമായി തോന്നി ഈ ഭാഗത്ത് വീട് ചെയ്തിട്ട്. അതിനുശേഷം ഇപ്പോൾ ഞാൻ കാണുമ്പോൾ നല്ല പുരോഗതി കാണുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ വർക്കിൽ നല്ല പുരോഗതി കാണുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ആരും വീട് ചെയ്യലില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഭാഗത്തെ വീട് ചെയ്തത്. കാരണം കുറേ കുന്ന്, കുറേ മല അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും അത് കിട്ടുന്നില്ല. ശരിക്കും എവിടെ നിന്ന് ചെയ്യേണ്ടതെന്നുള്ള ഒരു കറക്റ്റ് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ഇത് ഏകദേശം നല്ല വീട് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കാരണം നല്ല എക്സ്പെൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് വന്നിട്ട് വീട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ അത്ര എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കഴിയുന്നവർ സൂപ്പർ താങ്ക്സ് എല്ലാം ഉണ്ട്. അതിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. കാരണം നമുക്കൊരു പെട്രോളിൻ്റെ പൈസയിലൊക്കെ കിട്ടിയെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും ചിലവുണ്ട് അടുത്തേക്ക് വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ. പെട്രോൾ ചിലവ്, പിന്നെ ഫുഡ് ചിലവ്, അങ്ങനെയുള്ള കുറേ ചിലവുണ്ട്. അത്രയും നമുക്ക് ഇതിൽ യൂട്യൂബിൽ വരുമാനമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പാഷനാണ് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം ഞങ്ങൾക്കും ഇത് നമ്മളെ നാട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അത് ഞാൻ കാണുന്നത് പോലെ നിങ്ങൾക്കും അത് എത്തിച്ചു തരണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. പിന്നെ ഈ ഡ്രോൺ വാങ്ങിയ കടം ഇപ്പം ഉണ്ട് ബാക്കി വെച്ചിട്ട്, അതൊന്നും തീർന്നിട്ടില്ല. വലിയ നമുക്ക് ആദ്യകൂടൊന്നും കിട്ടുന്നില്ല അതിൽ. എന്തായാലും സാരമില്ല, നോക്കാം. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം ആവും. അപ്പോൾ ഇപ്പോൾ ചുടല എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുടലയിൽ ഒരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. കാണാം, വർക്കെല്ലാം നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഏകദേശം പിയർ ക്യാപ്പ് ഒരു വശത്തെ എല്ലാം വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പല യൂട്യൂബ് ചാനലിലും നിങ്ങൾ വീഡിയോ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേൻ്റെ വീഡിയോ കാണുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ സൈഡിൽ കണ്ട നല്ല ഇപ്പോൾ ശരിക്കും നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തെക്കിൽ പാലത്തെല്ലാം ഉള്ളത് ടൈപ്പിലാണ് ഇവിടെയും ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി അവർക്ക് കിട്ടിയ ടാസ്ക്. എന്നാലും അവർ വർക്ക് ഇപ്പോൾ മുമ്പ് കുറച്ച് ലാഗായിരുന്നു, മുയലിനെ പോലെ എഴിഞ്ഞിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മുയലിനെ പോലെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയും ടാസ്ക് പിടിച്ച പണിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഇവർക്ക് എടുക്കേണ്ടി വരും. കുറച്ച് ഘാട്ട് ഏരിയയാണ്, അതായത് ശരിക്കും മഹാരാഷ്ട്ര ആ ഭാഗത്തിലുള്ള പോലെ ഒരു ഘാട്ട് ഏരിയ പോലെയാണുള്ളത്. ശരിക്കും അങ്ങനെയാണുള്ളത്. കാണാം, നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് തന്നെ ഈ വീഡിയോ കാണുക സുഹൃത്തുക്കളെ. അത്രയും നല്ല മൊഞ്ചാണ് നമ്മളെ നാട് കാണാൻ മുകളിൽ നിന്ന്. ഇപ്പോൾ നല്ല ഫോഗ്, ഫുള്ള് ഫോഗ് ഉണ്ട്. ഉച്ചയായിട്ട് നല്ല ഫോഗായിട്ടാണ്, മഞ്ഞ് കണ്ട നമുക്ക് നല്ല ഫുള്ള് മഞ്ഞാന്ന് കാണാൻ സാധിക്കും. കാരണം അത്രയും മഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിചാരിച്ച ആ ക്ലിയാരിറ്റി കിട്ടുന്നില്ല, ക്വാളിറ്റി അല്ല ക്ലിയാരിറ്റി കിട്ടുന്നില്ല. എന്നാലും കഴിയുന്ന പരമാവധി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറാവും ഞാൻ വീണ്ടും വീണ്ടും തന്നെ പറയുമ്പോൾ. ഇവിടെല്ലാം കണ്ട നല്ല വർക്ക്, സൈഡ് സർവീസ് റോഡിൻ്റെ വർക്ക്, മെയിൻ റോഡ്. കാരണം മണ്ണ് കുറേ സ്ഥലത്ത് നിന്ന് എടുക്കുന്നു, ആ സ്ഥലത്ത് കുറച്ച് താഴ്ചയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് നിരപ്പാക്കുന്നു. അങ്ങനെയുള്ള സ്ഥലമാണ് ഫുള്ള്. ചില ഈസിയുള്ള സ്ഥലത്തെല്ലാം വർക്ക് അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ടുള്ള വർക്കിലാണ് കുറച്ച് ലാഗായിട്ട് പോകുന്നുള്ളത്. കാണാം ഇവിടെ ഒരു ഹൈ ടെൻഷനും കേബിളും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ ഞാൻ ഉയർത്തിയത് ഡ്രോണ്. കാരണം അത്ര ഹൈറ്റിലാണുള്ളത്. കാണാം കേബിള് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേബിളിൻ്റെ മുകളിൽ താഴെ കാണുന്നുണ്ടല്ലോ കേബിള്, അതിൻ്റെ മുകളിലല്ലാണ്ട് നമുക്കത് ഡ്രോൺ പറത്താൻ കഴിയില്ല. അങ്ങനെയുള്ള കുറേ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ താഴെല്ലാം നല്ല വർക്ക് കുറച്ച് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഏകദേശം പരിയാരം മെഡിക്കൽ കോളേജ് വരെ എത്താറായിട്ടുണ്ട്. പിന്നെ കണ്ടല്ലേ, ഏകദേശം നിങ്ങൾക്ക് വർക്കിൻ്റെ ഗതി മനസ്സിലായല്ലോ. എല്ലായിടത്തും ഏകദേശം ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ എഴുതി തരണം. പിന്നെ സൂപ്പർ താങ്ക്സ് ചെയ്യാൻ പറ്റുന്നവർ സൂപ്പർ താങ്ക്സ് ചെയ്യണം, റിക്വസ്റ്റാണ്. ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.